ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ക്രൈം ത്രില്ലർ മൂവി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. പക്ഷേ ഈ സ്റ്റോറി എങ്ങനെയാണ് അവർ ഇൻട്രസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്, ഇതിലെ ട്വിസ്റ്റുകൾ എന്താണ്, അത് മാത്രമാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് അവർ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്, അതാണ് ഓരോ മൂവിയിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഈ മൂവിയിൽ അത് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇതിലും കൂടുതലും വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഓസ്ട്രിയ എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടെ നിന്ന് ഒരു 7-8 പട്ടാളക്കാർ യുദ്ധത്തിനായിട്ട് പോയിട്ട് അവസാനം റഷ്യൻ പട്ടാളത്തിന്റെ ഇടയിൽ പെട്ടുപോയി. അങ്ങനെ അവിടെ പിടിക്കപ്പെട്ട് ഏകദേശം ഒരു 3 വർഷം അവിടെ ജയിലിൽ കഴിഞ്ഞു. അങ്ങനെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് യുദ്ധമെല്ലാം അവസാനിച്ചതിന് ശേഷം ഇവരെല്ലാവരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഇവർ കപ്പലിൽ തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ വരുന്ന വഴിക്ക് തന്നെ മരണപ്പെടുന്നു. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഹീറോ അവന്റെ ബോഡി എന്തായാലും നാട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ 3 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവന് കുടുംബം ഉണ്ടാവോ, യുദ്ധം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും കാത്തിരിക്കുക എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് അവിടേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇത് കാലഘട്ടം കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ നാടിന് വേണ്ടി എത്ര നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം ഇതൊക്കെ തന്നെയായിരിക്കും അവരുടെ അവസ്ഥ. അതുപോലെ യുദ്ധമെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പട്ടാളക്കാരെയൊന്നും ഇപ്പോൾ ആരും വലിയ വില കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴും ഇവർ യുദ്ധത്തിന് പോയതാണ്, അത് തങ്ങളുടെ നാടിന് വേണ്ടി എന്നുള്ള ഒരു സ്വീകരണമോ മറ്റൊരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, എന്തായാലും ഇവരുടെ ഹെഡ് ഉണ്ടല്ലോ, ഇവരെ പറഞ്ഞയച്ച ആള്, അയാളെ പോയി കാണാമെന്ന് പറഞ്ഞ് ഹീറോയും ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വരുമ്പോഴും ഇവർക്ക് അതേ അവസ്ഥ തന്നെയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു വരുമെന്ന് പോലും അവരുടെ കുടുംബം വിചാരിച്ചു പോലും കാണത്തില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ കുടുംബം ഉണ്ടോ ഇല്ലെന്ന് നോക്ക്. കുടുംബമുള്ളവരെ അവരുടെ കുടുംബത്തോടൊപ്പം നല്ലതുപോലെ ജീവിക്കും. ഇനി കുടുംബം ഇല്ലാത്തവരാണെങ്കിലോ അങ്ങനെയുള്ള പട്ടാളക്കാർക്ക് താമസിക്കാൻ വേണ്ടി വലിയൊരു സ്ഥലം തന്നെയുണ്ട്, അവിടേക്ക് നിങ്ങൾ എല്ലാവരെയും പറഞ്ഞുവിടാന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് മാത്രമാണ് ഫാമിലി ഉള്ളത്, ബാക്കി ആർക്കും ഫാമിലി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അവരോട് പറയും, ശരി നിങ്ങൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയിക്കോ, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാണ്ട് വരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ദേ ഇതെന്റെ അഡ്രസ്സാണ് എന്ന് പറഞ്ഞ് അവർ അഡ്രസ്സ് എഴുതി കൊടുത്ത് ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹീറോ വിചാരിച്ചതുപോലെ അവൻ്റെ ഭാര്യയില്ല, മകളുമില്ല, ആകെയുള്ളത് ജോലിക്കാരി മാത്രമാണ്. ജോലിക്കാരിയോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, പിന്നെ 3 വർഷമായിട്ട് നിങ്ങൾ പോയിട്ട് ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു പെണ്ണ് തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോഴും തന്നെ ഒരുപാട് പേര് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ നാട്ടിലെ ഒരു ചെറിയ വീട്ടിലെ ആരും അറിയാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ എന്നുള്ള കാര്യം ഹീറോയോട് പറയുന്നതും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹീറോ അവൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നല്ലോ, അതിലൊരു പട്ടാളക്കാരൻ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. അതുമല്ല, രാത്രിയിൽ തന്നെ അയാൾ ഹീറോയെ തിരക്കാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത ഒരാൾ പെട്ടെന്ന് ഈ ഒരു പട്ടാളക്കാരന്റെ പുറകിലൂടെ വന്ന് അയാളുടെ കഴുത്തിലേക്ക് കയറിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇന്നലെ വലിച്ചെടുത്തുകൊണ്ട് പോയ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അയാളുടെ ശരീരം ഈ കുരിശിൽ തറച്ചതുപോലെ ഒരിടത്ത് നിന്ന് കണ്ടുകിട്ടാണ്. അതുപോലെ അയാളുടെ ശരീരം മുഴുവനായിട്ടും മൂർച്ചയുള്ള തടി കൊണ്ട് കുത്തിയാണ് അയാളെ കൊന്നിട്ടുള്ളത്. അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും അതുപോലെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവിടെ ഒരു ലേഡി ഡോക്ടറും അതേപോലെ തന്നെ ഒരു ഇൻസ്പെക്ടറും വരുന്നുണ്ട്. ഇവർ വന്ന് പരിശോധിക്കുമ്പോൾ ഈ മരിച്ചുപോയ പട്ടാളക്കാരന്റെ പോക്കറ്റിലെ ഹീറോയുടെ പേരും അതേപോലെ തന്നെ അഡ്രസ്സും ഇവർ കണ്ടുപിടിക്കും. ഈ പേര് കാണുമ്പോഴത്തേക്കാണ് ഇൻസ്പെക്ടർ, ഹേയ് ഇതവനല്ലേ, യുദ്ധം കഴിച്ചിട്ട് ഇവനെപ്പോഴാണ് തിരിച്ചു വന്നത്? അപ്പോൾ അവർ ചോദിക്കും, സാറിന് ഇയാളെ അറിയോ? അതെ, അവ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ എൻ്റെ പാർട്ണറായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എത്ര കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്നറിയോ? അല്ല, ഇവന്റെ പേര് അഡ്രസ്സ് എങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നേ? ഓക്കെ കോൺസ്റ്റബിൾ, നീ എന്തായാലും പോയിട്ട് ഹീറോയെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ ആ ഒരു പേരും അഡ്രസ്സും കൊടുക്കുമ്പോൾ ആ കോൺസ്റ്റബിൾ വിചാരിക്കും ഹീറോയെ സംശയിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോ ആയിരിക്കും കൊലയാളി എന്ന് വിചാരിച്ചിട്ട് ഹീറോയെ കണ്ടുപിടിക്കാനാണ് അവൻ പോകുന്നത്. അപ്പോൾ ആ കോൺസ്റ്റബിളിനെ നമുക്ക് എന്തായാലും സാം എന്ന് വിളിക്കാം. അപ്പോൾ അതുപോലെ തന്നെ സാം ഹീറോയെ വിലങ്ങിട്ട് നേരെ ഈ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ഇൻസ്പെക്ടർ അത് കാണുമ്പോഴത്തേക്കും, എടാ ഇങ്ങനെയാണോ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത്, വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിലങ്ങെല്ലാം അഴിച്ച് ഇപ്പോൾ ഹീറോയുടെ ക്ഷമയെല്ലാം ചോദിച്ച് അതേപോലെ തന്നെ വിശേഷങ്ങളെല്ലാം തിരക്കി. അത് കഴിഞ്ഞിട്ട് ഹീറോയോട് ചോദിക്കും, ഓക്കെ നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിന്റെ കൂടെ വേറെ ഏതെങ്കിലും പട്ടാളക്കാരൻ വന്ന് അയാൾക്ക് നിന്റെ അഡ്രസ്സും പേരും വല്ല എഴുതി കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ അതേ കൊടുത്തു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ മരിച്ച കാര്യം ഹീറോയോട് പറയുന്നത്. അതുമല്ല, മരിച്ചുപോയ ആ ഒരു പട്ടാളക്കാരന്റെ ശരീരം ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതും. ഇപ്പൊ അവിടേക്ക് വന്ന ലേഡി ഡോക്ടർ ഉണ്ടല്ലോ, അവർക്കും ഹീറോയെ അറിയാം. അപ്പൊ ആ ഒരു മര്യാദയോടെയാണ് ഈ ലേഡി ഡോക്ടർ നമ്മുടെ ഹീറോയെ നോക്കുന്നത്. അങ്ങനെ ഹീറോയും അവന്റെ ശരീരം നല്ലതുപോലെ തന്നെ നോക്കിയിട്ട് ഇത്രയും വർഷം ജയിലിലിരുന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇവനെ ഇത്രയും ക്രൂരമായിട്ട് ആര് കൊല്ലണം എന്നുള്ള ചിന്ത ഹീറോയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ ഡോക്ടറിനോട് സംസാരിച്ച് ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അവ എന്തായാലും ഹീറോയുടെ സുഹൃത്താണ്. അപ്പൊ അവനും ഹീറോയെ സംശയമുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ലേഡി ഡോക്ടർ പറയും, സാർ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത്, അധികം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളെ തന്നെ കൊല്ലുന്നേ,
അതുമല്ല ഇനിയിപ്പോൾ ഈ കേസിന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, കൊലയാളിയെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ കളത്തിൽ ഇറങ്ങിയേ മതിയാവും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു കില്ലർ അവൻ വീണ്ടും രണ്ടാമത്തെ ആളെ കൊല്ലാൻ പോകുന്നു. ഇപ്പോൾ ബാറിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരാള് അയാളുടെ പിറകെ ഈ കില്ലർ എന്നിട്ട് അയാളുടെ കഴുത്തിലും ഇതുപോലെ കയറിട്ട് പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോയിട്ട് അയാളെയും കൊല്ലുകയാണ്. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ സാം ഈ ഒരു ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട്, സാർ ഇന്നലെ നമ്മൾ ഹീറോയുടെ പേരും അഡ്രസ്സും മരിച്ച ആളുടെ പുകലിൽ കണ്ടിരുന്നു, അതുകൊണ്ട് എന്തായാലും കൊലയാളി അവൻ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയും, പൊന്നു മോനെ, നിനക്ക് അവനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. നീ ഈ ജോലിയിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാനും അവനും എത്രത്തോളം കേസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് അറിയൂ. അങ്ങനെയുള്ള ഒരുത്തൻ ഒരാളെ കൊന്നിട്ട് താൻ തന്നെ പിടിക്കപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ എന്തായാലും ഹീറോയെ പോയി വിളിച്ചോണ്ട് വാ, രണ്ടാമതൊരു കൊലപാതകം നടന്നു, അതിനെപ്പറ്റി അന്വേഷിക്കാനാണെന്ന് പറ എന്ന് പറഞ്ഞ് സാമിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ സാം ഹീറോയെ വിളിക്കാൻ പോകുന്നത് തന്നെ വലിയ താല്പര്യമില്ലാതെയാണ്, കാരണം അവൻ അത്ര ഇഷ്ടമല്ല. എന്നിട്ട് ആ ഒരു ക്രൈം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോഴും അവനെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാം ഒരിക്കലും അനുവദിക്കുന്നില്ല. മറ്റൊരാളെ വെച്ച് ഹീറോയെ അവിടെ തടഞ്ഞു നിർത്തും. അങ്ങനെ ഈ ഒരു ക്രൈം സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊന്ന ആ ഒരാളുടെ ശരീരം അവിടെ കിടപ്പുണ്ട്, പക്ഷേ അയാളുടെ തല ശരീരത്തിലില്ല. അപ്പോൾ തലയുണ്ടെങ്കിൽ മാത്രമേ മരിച്ചതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. കാലഘട്ടം അതായതുകൊണ്ട് അതിനെ കുറച്ച് പാടാണ്. അതും 1920 കാലഘട്ടത്തിലെ. അപ്പോൾ മരിച്ചതാരാണെന്നറിയാതെ ഇവരെല്ലാവരും തിരിച്ചു വരുമ്പോൾ ഹീറോ ഇവിടെ നിന്ന് ആ ഒരു ക്രൈം സീനിലെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവൻ എങ്ങനെയായിരിക്കും കൊന്നത് എന്നുള്ള കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർമിയിലെ തെറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റിന്റെ പേരും ഹീറോ പറയുന്നുണ്ട്. ഇപ്പൊ അതുപോലുള്ളൊരു ശിക്ഷയാണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അയാളുടെ മുതുകത്ത് മുള്ളു കമ്പി വെച്ച് നല്ലതുപോലെ വരച്ച് കീറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ അവസാനം അവരുടെ തല വെട്ടിയെടുത്തവരെ കൊല്ലും. ഇതാണ് ആർമിയിൽ കൊടുക്കുന്ന ഒരു ശിക്ഷ. അതുപോലെയാണ് ആ കൊലയാളി ഇയാളെ കൊന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ ഹീറോ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ്. അപ്പോഴാണ് ലേഡി ഡോക്ടർ ഈ യുദ്ധത്തിന് മുന്നേ നടന്നതും യുദ്ധത്തിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയോട് ചോദിക്കും, അല്ല നിന്റെ ഭാര്യയും കുട്ടി എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അതിനെപ്പറ്റി സംസാരിക്കാണ്ട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അവൻ ഈ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ്റെ ഭാര്യയും കുട്ടിയും അവനെ പ്രതീക്ഷിച്ചോ ഇല്ലേ എന്നുള്ളൊരു വിശ്വാസം പോലും അവനില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ വേണ്ടി കോൺസ്റ്റബിൾ സാം ഉണ്ടല്ലോ അവൻ്റെ അടുത്തേക്കാണ്. അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കാണ് സാം ഇപ്പോൾ ഫോണിൽ വേറെ ആരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചേട്ടൻ യുദ്ധത്തിന് പോയിട്ട് ഒരുപാട് വർഷമായി, ഞാനും എത്ര സ്ഥലത്ത് എവിടെയൊക്കെ എൻ്റെ ചേട്ടൻ അന്വേഷിച്ചെന്നറിയോ, ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. കൂടാതെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നു. ഇതാണ് അവൻ്റെ പേരെന്നെല്ലാം പറഞ്ഞിട്ട് അയാളോട് ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിക്കാൻ പറയുന്നു. അതുമല്ല ഹീറോയെ കാണുമ്പോൾ തന്നെ ഫോൺ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ഹീറോ മരിച്ച രണ്ടാമത്തെ ആളുണ്ടല്ലോ അയാളുടെ ശരീരം പരിശോധിക്കാൻ പോവാണ്. അവിടെയാണ് ഇവർ പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. ആദ്യം മരിച്ച ആളുടെ ശരീരത്തിൽ മരക്കമ്പ് വെച്ച് കുത്തി മുറിവേൽപ്പിച്ചാണ് അയാൾ കൊന്നത്. അതേപോലെ തന്നെ അയാളുടെ കയ്യോ കാലോ ഒന്നും വെട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇയാളുടെ കൈയിലെയും കാലിലെയും വിരലുകളുണ്ടല്ലോ, അതും 19 വിരലുകൾ അത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വിരൽ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ വിരൽ വെച്ചിട്ട് അതിൻ്റെ വിരലടയാളം വെച്ച് മരിച്ചതാരാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനെന്തായാലും കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന പട്ടാളക്കാരെല്ലാം താമസിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ്. കാരണം അവിടെയാണ് ആദ്യം മരിച്ച ആ പട്ടാളക്കാരനും താമസിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവൻ എങ്ങനെ അവിടെ നിന്ന് പുറത്തു വന്നു? മറ്റാരും അറിയാതെ അവനെങ്ങനെ പുറത്തു വരണം? അവിടെയുള്ള ആരെങ്കിലും അറിഞ്ഞിട്ടായിരിക്കണമല്ലോ എന്തായാലും അയാൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഹീറോ നേരെ അവിടേക്ക് ചെല്ലും. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ഹീറോയുടെ കൂടെയുള്ള ഒരുത്തനെ കണ്ട് ആദ്യം മരിച്ച അവൻ്റെ പേര് പറഞ്ഞിട്ട്, ഇതുപോലെ നിങ്ങളോടൊപ്പം ഇവിടെ താമസിക്കേണ്ടവനല്ലേ, അവനിപ്പോൾ മരണപ്പെട്ടു, അവൻ എങ്ങനെ ഈ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് പോയത്, നിങ്ങൾ അവനെപ്പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പട്ടാളക്കാരൻ പറയും, സാർ നിങ്ങൾക്കത് ഈസി ആയിട്ട് പറഞ്ഞിട്ട് പോകാം, പക്ഷേ ഇവിടെ താമസിക്കുന്നത് നരകത്തിൽ താമസിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം എന്തായാലും ഞങ്ങളെല്ലാം സഹിച്ചു പിടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്, പക്ഷെ അവൻ ഒരിക്കലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുപോലെ നമ്മളെല്ലാവരും ഇവിടെ വന്നതിന് ശേഷം പരസ്പരം നേരിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ല. എന്തായാലും അവൻ ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവനെ ആരോ ഒരാൾ സഹായിച്ചിട്ടുണ്ട്, അതുവഴിയായിരിക്കണം അവൻ പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയോട് പറയുമ്പോൾ ആദ്യം മരിച്ച ആ ഒരു പട്ടാളക്കാരനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ആരാണെന്ന് അവർക്കാർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് ഹീറോ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഫാമിലി അവൻ കാണാൻ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും തൻ്റെ ഭാര്യയും മകളെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ വീടിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഭാര്യയും കുട്ടിയും വെളിയിലിരിക്കുകയാണ്. പക്ഷെ അവരൊരിക്കലും ഹീറോയെ കണ്ടില്ല, ഹീറോ അവർ രണ്ടുപേരെ കണ്ടു. അതുപോലെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യ തന്നെ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള ആ ഒരു പേടിയും ടെൻഷനും എല്ലാ കാര്യങ്ങളും കൊണ്ട് അവർ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ഹീറോ തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ജോലിക്കാരി, ഓ നിങ്ങൾ ഇന്നെങ്കിലും നിങ്ങളുടെ ഭാര്യനെയും കുട്ടീനെ കാണാൻ പോയോ? അതെന്താ അങ്ങനെ ചോദിക്കാനായിട്ട്? ഇല്ല, നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഒരു നിങ്ങളുടെ ഭാര്യയും കുട്ടീനെ കാണാൻ പോയില്ല.
നിങ്ങൾ യുദ്ധത്തിന് പോയി 1-2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സുഹൃത്ത് ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്ന് നിങ്ങളുടെ ഭാര്യയെ ശല്യം ചെയ്യുമായിരുന്നു, അവനെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട്. അതെല്ലാം സഹിച്ചാണ് അവള് ഇവിടെ നിൽക്കാൻ കഴിയാതെ അവിടേക്ക് പോയത്. അപ്പോഴെങ്കിലും അവൾക്ക് ഇത്തിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾ കാണാൻ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട ഹീറോയ്ക്ക് തന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അവനോട് നല്ല ദേഷ്യം വന്ന് ഇവിടെ നിന്ന് ആ ദേഷ്യത്തിൽ നേരെ ചെന്നിട്ട് തന്റെ ഫ്രണ്ടിനെ പിടിച്ച് നല്ലതുപോലെ ഇടിക്കും. ഇടിച്ചിടിച്ച അവസാനം നിർത്ത്, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇടിക്കുന്നേ, കാര്യം പറയും എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ കാര്യം പറയുന്നത്. അപ്പോഴാണ് ആ സുഹൃത്ത് പറയുന്നത്, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നീ എന്തായാലും എൻ്റെ ഒരു നല്ല സുഹൃത്ത് തന്നെയാണ്. അതുമല്ല യുദ്ധത്തിന് പോയതിനു ശേഷം നിന്റെ ഒരു വിവരവും ഇല്ല, അവരെങ്ങനെ ജീവിക്കുമെന്ന് പോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നത്. അല്ലാതെ നീ ഇവിടെ ഉള്ളപ്പോഴേ നിന്റെ ഭാര്യയെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുപോലെ ഞാൻ ഓരോ തവണയും അവളോട് എൻ്റെ ഇഷ്ടം പറയുമ്പോഴും അവൾ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല. കാരണം അവൾക്ക് അപ്പോഴും നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ എൻ്റെ അടുത്തേക്ക് വരാത്തത്. അതോടെ ഞാൻ എല്ലാം വിട്ടു. പിന്നീട് ഒരിക്കലും അവളുടെ പുറകെ ഞാൻ പോയിട്ട് പോലുമില്ല എന്ന് ആ ഫ്രണ്ട് ഇപ്പോൾ പറയുമ്പോൾ ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല വിഷമമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരുടെ മുഖമെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. കാരണം അവിടെ ഇവിടെ എല്ലാം പരിക്ക് പറ്റി അവരുടെ മുഖം മാറിയത് കൊണ്ട് തന്നെ പലരുടെയും മുഖം ഒക്കുന്ന രീതിയിലെല്ലാം ചെറിയ പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കാണ് ഒരാളുടെ പല്ല് ഡോക്ടർ വീണ്ടും ശരിയാക്കി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട്, നിങ്ങളുടെ 19 പല്ലിനും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ 19 പല്ലും നല്ലതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഡോക്ടർ എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നത്. എന്നിട്ടാണ് പെട്ടെന്ന് ഒരു ടോർച്ചും എടുത്ത് ആദ്യം മരിച്ച ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ അയാളുടെ ശരീരത്തിനടുത്തേക്ക് ചെന്ന് അയാളുടെ ശരീരം നല്ലതുപോലെ തന്നെ പരിശോധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ ആദ്യം ഈ മരത്തടി വെച്ചിട്ട് ഒരുപാട് തവണ കുത്തിയാണല്ലോ അയാളെ കൊന്നിട്ടുള്ളത്. അതിപ്പോൾ എത്ര തവണ കുത്തി എന്നുള്ള കാര്യം എണ്ണിയിട്ട് അങ്ങനെ എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് പറയാൻ വേണ്ടി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഇല്ല. കാരണം ഹീറോ തൻ്റെ ഭാര്യയുടെ കാര്യം കേട്ടിട്ട് നല്ലതുപോലെ വിഷമിച്ചൊരു ബാറിൽ പോയിരുന്ന് കുടിച്ച് അവരുമായിട്ട് എന്തോ വഴക്കുണ്ടാക്കിയ അവസാനം അവരെല്ലാവരും ഹീറോയെ പിടിച്ച് വെളിയിലേക്ക് ഒരു ഒറ്റയേറ് അവിടെ കിടക്കാണ് ഇപ്പോൾ ഹീറോ. അതുമല്ല നമ്മുടെ ഡോക്ടർ ഹീറോയോട് എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം കോൺസ്റ്റബിൾ ആയിട്ടുള്ള സാമു മനസ്സിലാക്കി. ഇപ്പം അവളെ ഫോളോ ചെയ്തിട്ട് അവൾ പോകുന്നൊരു ബസ്സിലേക്ക് കയറി, അല്ല നീ എന്തോ കാര്യം കണ്ടുപിടിച്ചു, അത് ഹീറോയോട് പറയാൻ പോവാണ്, അതെന്താ ഞങ്ങളോടൊന്നും പറയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഇതുപോലെ പറയുന്നത്, അതേ സാം, ഹീറോ ആരാണെന്നുള്ള കാര്യം അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. അവൻ ഈ സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ആയിട്ടുള്ള സമയത്ത് എന്തോരം കേസ് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നറിയോ? അത് എന്ത് തരം കേസുകളാണെന്ന് പോലും നിനക്കറിയത്തില്ല. അതറിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ അവനെ കാണുന്ന രീതി പോലും ഇതായിരിക്കത്തില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടു പോയിട്ട് കൊടൂരായിട്ട് കൊല്ലുന്നൊരു സൈക്കോ. ഒരവസരത്തിൽ ഞാനും അയാളുടെ കയ്യിൽ പെട്ടുപോയി. അന്ന് ആ സൈക്കോയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഹീറോ ആണ്. അതുകൊണ്ട് ഹീറോ അന്ന് ആ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച കാര്യം അദ്ദേഹത്തോട് പറയുന്നത് കൊണ്ട് എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ സാമിനാണെങ്കിലോ മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, ശരി എന്തായാലും ഇവിടെ വരെ വന്ന് ചോദിച്ചതല്ലേ, ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് പറയാം. 19 എന്ന് പറഞ്ഞ നമ്പറാണ്. കാരണം രണ്ടാമത്തെ വിക്ടിമിന്റെ ശരീരത്തിൽ നിന്നും 19 വിരലുകളാണ് അവൻ കട്ട് ചെയ്തെടുത്തത്. അതേപോലെ തന്നെ ആദ്യത്തെ വിക്ടിം അവന്റെ ശരീരത്തും ഇതുപോലെ 19 മുറിവുകളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 19 എന്ന് പറഞ്ഞ ആ നമ്പർ വെച്ചിട്ട് കൊലയാളി എന്തോ ഒരു കാര്യം മീൻ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്ക് എന്ന് പറയുന്നതും അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതേ കൊലയാളി ഉണ്ടല്ലോ അവനിപ്പോൾ ഹീറോയെ ഫോളോ ചെയ്ത് ഹീറോയെ കൊല്ലാൻ പോവാണ്. അങ്ങനെ ഹീറോ അറിയാതെ അവന്റെ പുറകെ വരുന്നതും കുറച്ച് ദൂരെ നിന്ന് 2 പോലീസുകാർ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കുമ്പോൾ ഇത് കണ്ട കില്ലർ അവിടെ ഒളിച്ചു നിൽക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ നിന്നും നേരെ പോകുന്നത് അടുത്തുള്ള വലിയൊരു ചർച്ചിനകത്തേക്ക്. അവിടെയാണെങ്കിൽ ഒരു അമ്മമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചർച്ചിനകത്തേക്ക് കയറിയ ഹീറോ എന്താ ചെയ്യുന്നതെന്നറിയോ? തൻ്റെ ജീവിതം ഇതുപോലെ ആവാൻ കാരണം ദൈവമാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ചർച്ചിനകത്തേക്ക് കയറിയെന്ന് അവിടെ മൂത്രമെല്ലാം ഒഴിക്കുന്നു. ഇത് കണ്ട അമ്മൂമ്മ പെട്ടെന്ന് വെളിയിലേക്ക് പോയിട്ട് 2 പോലീസുകാരെ വിളിച്ച്, സാർ ഇതുപോലെ ഒരാൾ അകത്തേറി ചെയ്യുന്നെല്ലാം പറയുമ്പോൾ ഈ ഗ്യാപ്പിൽ ആ കില്ലർ ഉണ്ടല്ലോ അകത്തേക്ക് വന്ന് ഹീറോയുടെ കഴുത്തിലേക്ക് കയറിട്ട് പിടിച്ച് അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോവാണ്. അങ്ങനെ ഹീറോ മരിക്കുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും ഈ 2 പോലീസുകാർ അകത്തേക്ക് കയറി വരുന്നതും കില്ലറിന് ഇപ്പോൾ അധികം നേരം അവിടെ നിൽക്കാൻ കഴിയത്തില്ല. കില്ലർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതുമല്ല ഇങ്ങനൊരു തെറ്റ് ഹീറോ ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയെ പിടിച്ച് നേരെ സ്റ്റേഷനിലും കൊണ്ടുവരുന്നു. അതുമല്ല ആ കൊലയാളിയെ അവർ കണ്ടതുമില്ല. അപ്പോഴാണ് സ്റ്റേഷനിൽ വന്ന നമ്മുടെ സാം ഇന്നലെ ഹീറോയെ പറ്റി പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം കാരണം ഇപ്പോൾ ഹീറോയോട് കുറച്ച് ബഹുമാനമെല്ലാം തോന്നിയിട്ട് അവനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാണ്. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ പെട്ടെന്ന് സാമിനോട് പറയുന്നത്, ഇതിനു മുന്നേ നീ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ അന്നേ നിന്നോടത് സംസാരിക്കണമായിരുന്നു, പക്ഷെ എന്തോ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അവൻ ചോദിക്കുക, എന്ത് കാര്യമാണ്? അല്ല നീ നിന്റെ സഹോദരനെ അന്വേഷിക്കുന്ന കാര്യമില്ലേ? അതെ, എൻ്റെ സഹോദരൻ യുദ്ധത്തിന് പോയിട്ട് കുറേ നാളായി, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, സാം ഇനി നീ നിന്റെ സഹോദരനെ അന്വേഷിക്കേണ്ട. കാരണം അവൻ ആ യുദ്ധത്തിൽ വെച്ച് മരണപ്പെട്ടു. അവൻ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്ത് മരണപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നത്
സാമിന് ഇത് കേൾക്കുമ്പോഴത്തേക്കും അത്രയും വിഷമം, കാരണം ഇത്രയും വർഷമായിട്ട് തന്റെ സഹോദരനെ അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ മരിച്ചെന്നറിയുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്നിട്ട് സാം അവന്റെ സഹോദരനെ പറ്റിയുള്ള ഒരു കാര്യം, കുട്ടിക്കാലത്ത് ഇവർക്ക് നടന്നൊരു കാര്യത്തെ പറ്റി ഇങ്ങനെ പറയാണ്. ഇവർ രണ്ടുപേരും കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒളിച്ചു കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാം ഒളിക്കാൻ പോയിരുന്നത് ഒരു ബോട്ടിനകത്തേക്ക്. അതുപോലെ ആ സമയത്താണെങ്കിലും നാട്ടിൽ നല്ല മഴയുണ്ടായിരുന്നു. മഴവെള്ളം ഒരുപാട് കയറിയത് കൊണ്ട് തന്നെ ഈ ബോട്ടിന് നിയന്ത്രണം വിട്ട് സാമിനെയും കൊണ്ട് ബോട്ട് എവിടേക്കോ ഒഴുകിപ്പോയി. അതുപോലെ 1-2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കുറഞ്ഞപ്പോൾ നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചു ഇവനെ വെള്ളം കൊണ്ടുപോയി സാം എന്തായാലും മരിച്ചു എന്ന്. പക്ഷെ സാം ആണെങ്കിലും ഒരിക്കലും മരിച്ചില്ല. ആ ബോട്ടിൽ അവൻ അത്രയും ദിവസവും പിടിച്ചു നിന്നു. അങ്ങനെ നാട്ടുകാർ ഇവൻ അന്വേഷിക്കുന്നത് നിർത്തിയെങ്കിലും അവന്റെ സഹോദരൻ ഒരിക്കലും അത് നിർത്തിയില്ല. എന്ത് തന്നെയായാലും തന്റെ സഹോദരനെ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ അവന്റെ ചേട്ടൻ നമ്മുടെ സാമിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സാം നല്ലതുപോലെ വിഷമിക്കുന്നതും ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടറും ഹീറോയും ഒരു കോഫി ഷോപ്പിൽ കണ്ടുമുട്ടാണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ ആ ഒരു ക്ലൂ കണ്ടുപിടിച്ചല്ലോ. ആ കാര്യം സാമിനോട് പറഞ്ഞത് സാം ഒരിക്കലും ഹീറോയോട് പറഞ്ഞിട്ടില്ല. അവനവന്റെ ചേട്ടനെ പറ്റി പറയുന്ന സമയത്ത് അവനതങ്ങ് മറന്നുപോയി. ഇപ്പം അത് കഴിഞ്ഞ ആ കില്ലർ മൂന്നാമതൊരാളെയും വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവനെ എലികളുള്ള ഒരു റൂമിൽ കെട്ടിയിട്ടേക്കാണ് അതിപ്പോൾ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഇപ്പം ഈ കൊലപാതകം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഹീറോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, 1-2 കൊലപാതകമൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, കാണുന്ന നമുക്കും കേൾക്കുന്ന അവർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷേ മൂന്നാമത്തെ കൊലപാതകം എന്ന് പറഞ്ഞാൽ സൈക്കോ തരത്തിന്റെ വേറെ ലെവലാണ്. എന്താണല്ലേ, മൂന്നാമത് തട്ടിക്കൊണ്ടുപോയ ആ ഒരാളെ ഒരിടത്ത് കെട്ടിയിട്ടിട്ട് ഒരുപാട് നാൾ പട്ടിണി കിട്ട കുറെ എലികളെ ഒരു പെട്ടിയിലാക്കി അത് കഴിഞ്ഞ് അവിടെ കെട്ടിയിരിക്കുന്ന അയാളെ ആ എലിപ്പെട്ടിക്കുള്ളിലേക്ക് ഇറക്കി വിടും. അപ്പൊ അയാളുടെ ശരീരത്തിന് താഴ്ഭാഗം ഉണ്ടല്ലോ അത് അത്രയും വിശന്നിരിക്കുന്ന ആ എലികൾ കടിച്ചു തിന്നാൻ തുടങ്ങും. അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്. അപ്പോൾ എന്തായാലും മൂന്നാമത് മരിച്ച ആ ഒരാളുടെ ശരീരം മുകളിലോട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അയാൾ ആരാണ്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇതിനു മുന്നേ എന്താണ് ചെയ്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ രണ്ടാമത് മരിച്ച ആ ഒരാൾ അവന്റെ തലയില്ലായിരുന്നല്ലോ, പക്ഷെ അത് ആരാണെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഹീറോയോട് പറയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും കില്ലർ എന്തിനാണ് ഈ കൊലകളെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാരണവും അതിനുള്ളിലെ ട്വിസ്റ്റുകളും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അത് നേരെ നമ്മുടെ ഇൻസ്പെക്ടറിനോട് പറയാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ടാണ് ഓരോന്നായിട്ട് ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. സത്യത്തിൽ കില്ലർ 3 സ്റ്റൈലിലുള്ള കൊലപാതകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഈ ഒരു കൊലപാതക രീതി 3ഉം ആർമിയിൽ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. ഇത് 3 മാത്രമല്ല, ഇതുപോലെ പലതരത്തിലുള്ള ശിക്ഷാ രീതികളുണ്ട്. അതിലൊരെണ്ണം വേണമെങ്കിൽ പറയാം. ഐസ് വെള്ളത്തിൽ ഒരാളെ ജീവനോടെ ഇട്ടിട്ട് ആ ഒരു വെള്ളം ഐസ് ആവുന്നത് വരെയും അവിടെ വെച്ച് കൊല്ലുക. അതുപോലെ നമ്മുടെ ഹീറോ യുദ്ധത്തിന് പോയല്ലോ, ആ സമയത്ത് ഈ യുദ്ധം ഇഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു പോകാനായിട്ട് കുറച്ച് പട്ടാളക്കാർ ശ്രമിച്ചിരുന്നു. അവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്ന് അവർക്കെല്ലാം കൊടുത്തിരുന്ന ശിക്ഷയാണിത്. ഒരുപക്ഷെ പട്ടാളക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് ഈ ഒരു പണിഷ്മെന്റ് എന്തായാലും കൊടുക്കാം. പക്ഷെ ആരും അറിയാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ആ ഒരു പേടി വരാൻ വേണ്ടി എല്ലാവരെയും ഓരോ ബാച്ചുകളായിട്ടാണ് തിരിച്ചു വിട്ടിട്ടുള്ളത്. ആ ബാച്ചിൽ ആരെങ്കിലും ഒരാൾ ഇതുപോലെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാച്ചിലുള്ള എല്ലാവർക്കും ഇതുപോലെ ശിക്ഷ കൊടുക്കും. എന്ന് വെച്ചാൽ അവരെല്ലാവരെയും കൊല്ലും എന്നുള്ളൊരു റൂൾ ഇവർ ഇറക്കിയിരുന്നു. അതേപോലെ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഇവർ നിയമിച്ചിരുന്നു. അങ്ങനെ ആ ടൈമിലാണ് 1-2 പേരെന്നല്ല 20 പേരോളം കൂട്ടമായിട്ട് രക്ഷപ്പെടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇത് 6 പേരടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയോ മനസ്സിലാക്കി അതിലൊരാളെ മാത്രം വിളിച്ചിട്ട് അവന് ശിക്ഷ കൊടുത്തില്ല. പകരം അവനോട് പറഞ്ഞതെന്താണെന്നറിയോ, നിങ്ങൾ 20 പേരാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്, നിങ്ങളെ 20 പേരെ പിടിച്ചു കഴിഞ്ഞാൽ ബാച്ചിലുള്ള 5000 പേരെ അവർ കൊല്ലും. അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച 19 പേര് അവരാരാണെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഈ 5000 പേരും രക്ഷപ്പെടും. അതേപോലെ തന്നെ നിന്നെയും വെറുതെ വിടാം എന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഒരാളെ പിടിച്ച് അവനോട് ഈ കാര്യം പറയുന്നതും ഇവര് കാരണം 5000 പേര് മരിക്കണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് തൻ്റെ ബാച്ചിലുള്ള 19 പേര് അവരാരാണെന്നുള്ള കാര്യം അവൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ 19 പേർക്ക് കൊടുത്ത ശിക്ഷകളിൽ 3 ശിക്ഷയാണ് ഇപ്പം ആ കൊലയാളി കൊന്ന 3 പേർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ആ 19 പേരെ ശിക്ഷ കൊടുത്തെന്ന് മാത്രമല്ല അവരെല്ലാവരും ആ ശിക്ഷ കൊടുത്ത് കൊല്ലുകയും കൂടി ചെയ്തു. ഇപ്പം ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ, 6 പേരടങ്ങുന്ന ഗ്രൂപ്പാണല്ലോ ഇതെല്ലാം നിരീക്ഷിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. ആ 6 പേരിൽ 3 പേരെയാണ് കൊലയാളി ഇപ്പോൾ കൊന്നിട്ടുള്ളത്. അതും അവര് തൻ്റെ ടീമിലുള്ള 19 പേർക്ക് കൊടുത്ത അതേ ശിക്ഷാ രീതി. കൂടാതെ ഈ 3 പേരെയും കൊല്ലുമ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് 19 പറഞ്ഞ ആ നമ്പർ വരുന്നുണ്ട്. ആദ്യം കൊന്നവൻ്റെ ശരീരത്തിൽ 19 മുറിവുകൾ, രണ്ടാമത് കൊന്നവൻ്റെ 19 വിരലുകൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ മൂന്നാമത് കൊന്നവനെ 19 എലികൾ വെച്ചിട്ടാണ് അവനെ കൊന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 19 പേരിൽ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവനായിരിക്കണം ഈ 6 പേരെയും കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ 3 പേരെ അവൻ ആൾറെഡി തന്നെ കൊന്നു കഴിഞ്ഞു. ഇനി ബാക്കി 3 പേര് കൂടിയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇൻസ്പെക്ടറിനോട് പറയുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും,
ഓക്കെ, ബാക്കി 3 പേരുടെ പേര് പറയുമ്പോൾ ഹീറോ 2 പേരുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. മൂന്നാമത്തവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തായാലും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് അവന്റെ കാര്യം നോക്കണ്ട, അതുകൊണ്ട് ബാക്കി 2 പേരെ രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാമിനെയും കൂട്ടി ഹീറോ പോകാനായിട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇൻസ്പെക്ടർ ഹീറോയെ തടയുന്നത്. അല്ല മോനെ, നീ ഇത്രയും സഹായം ചെയ്തില്ലേ, ഇതൊക്കെ മതി, ഇനി ബാക്കി എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം, നിന്റെ ആവശ്യം ഇനിയില്ല. കാരണം വേറെ ഒന്നല്ല, നീ ചർച്ചിൽ കയറി കാണിച്ച കാര്യമില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ഇനിയും തരേണ്ടതാണ്. പക്ഷേ അതിനുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങൾ ഇനിയുണ്ട്, അതുകൊണ്ട് നീ ഈ കേസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പൊ അത് കാരണം ആ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള സാം ഉണ്ടല്ലോ, അവന് നല്ല വിഷമം. കാരണം ഹീറോ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇൻസ്പെക്ടർ അറിയാതെ അവൻ ഹീറോയെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും 4ാമത്തെ ആളെ കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ചെല്ലുന്നതിന് മുന്നേ തന്നെ കില്ലർ അയാളെ കൊന്നിരുന്നു. എന്തായാലും കൊടൂരമായിട്ട് കൊന്നിട്ടില്ല, സാധാരണ രീതിയിലാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെ അതെന്തായാലും മിസ്സായി. ഇപ്പൊ 5ാമത്തെ ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ആൾറെഡി തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനിയിപ്പോ തന്നെയാണ് കൊല്ലാൻ വരുന്നതെന്ന് മനസ്സിലാക്കി അയാൾ വേറെ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണ്. ഇപ്പൊ അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ അയാളുടെ ജോലിക്കാരനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പൊ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കില്ലർ അവിടേക്ക് വന്ന് അയാളെയും കൊന്നിട്ടുണ്ട്. അയാളുടെ ശരീരം വെട്ടി 19 പീസാക്കി ഐസിന്റെ മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് ഈ ഒരു പട്ടാളക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. കാരണം 20 പേരെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അതിൽ ഒരുത്തനെ മാത്രം പിടിച്ച് ബാക്കിയുള്ള 19 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും വെറുതെ വിടാന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവനെ വെറുതെ വിട്ടില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഈ 20 പേരെയും കൊന്നതുകൊണ്ട് തന്നെ ആ 6 പേരെ അന്വേഷിച്ച് രക്ഷപ്പെട്ട് ഒരുത്തനുണ്ടല്ലോ, അവനാണ് ഇവരെല്ലാവരെയും തേടി പിടിച്ച് അവർക്ക് ഈ ശിക്ഷയെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോ നേരെ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെന്ന് തൻ്റെ കൂടെയുള്ള ഒരുത്തനെ പിടിച്ചിട്ട് എടാ അവൻ ഇവിടെ, അവൻ കാരണം ഇപ്പോൾ വലിയ പ്രശ്നമാണ് ഉണ്ടാവുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അവൻ അടുത്തേക്ക് വന്നു. അതുപോലെ തന്നെ പിടിക്കാൻ വരുന്നെന്ന് മനസ്സിലാക്കി അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ കൂടെ വരുന്ന ഒരു പോലീസുകാരനെ പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കത്തി വെക്കുന്നതും കൂടെ വന്ന ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അവനൊന്നും നോക്കത്തില്ല, തൻ്റെ തോക്കെടുത്ത് ആ ഒരുത്തിനെ ഷൂട്ട് ചെയ്ത് അവൻ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ കൊന്ന ആ ഒരു സന്തോഷത്തിൽ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഹേയ് ഹീറോ, നീയാണ് എന്തായാലും ഇവനെ പിടിക്കാനായിട്ട് സഹായിച്ചത്, നിന്നെ തിരിച്ച് ജോലിയിലേക്ക് തന്നെ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ആ ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഹീറോയ്ക്ക് കില്ലർ കൊടുക്കുന്നൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഹീറോയുടെ ഭാര്യനെയും കുട്ടീനെയും കാണാനില്ല. കാരണം ഹീറോയുടെ ഭാര്യയും കുട്ടിയും താമസിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, വീട്, അത് കില്ലർ കണ്ടുപിടിച്ച് അവിടെ നിന്ന് അവരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറോയ്ക്ക് വീട്ടിൽ ഒരു ലെറ്റർ ഇട്ടേക്കാണ്, ഇതുപോലെ നിന്റെ ഭാര്യനെ കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ സ്ഥലത്തേക്ക് വരണമെന്നും പറഞ്ഞ്. ഇത് കണ്ട ഹീറോ ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സിറ്റിക്ക് നടുവിലുള്ള ഒരു വലിയ ചർച്ചാണത്. അങ്ങനെ അതിന്റെ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ റോഡിൽ ഈ ന്യൂസ് പേപ്പറെല്ലാം വിൽക്കുന്ന ഒരു പയ്യനുണ്ട്. അവന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് അവനെ വിടുന്നുണ്ട്. അതുമല്ല ആ സ്ഥലത്താണെങ്കിൽ നല്ല കൂട്ടം. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കും ഈ ചർച്ചിന് മുകളിലായിട്ട് കില്ലർ നിൽക്കുന്നുണ്ട്. അങ്ങനെ പതിയെ ഹീറോയും ഈ ചർച്ചിന് മുകളിലേക്ക് കയറി ചെല്ലും. അങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ കില്ലറിനെ കാണിക്കുന്നത്. ഇവനെ കാണുന്നത് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നേ? എന്തു തന്നെ ആയിക്കോട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എൻ്റെ കുടുംബത്തെ നീ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ തോക്ക് കാണിക്കുമ്പോൾ കില്ലർ പറയും, ഓ അപ്പൊ കുടുംബത്തെ അത്ര ഇഷ്ടമാണല്ലേ, ശരി ആ ജനലിന്റെ അടുത്തേക്ക് പോയിക്കോ, ഞാൻ അവിടെ സ്നൈപ്പർ വെച്ചിട്ടുണ്ട്, അത് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കാൻ പറയുന്നതും ഹീറോ നേരെ ചെന്നിട്ട് ആ ഒരു സ്നൈപ്പർ വഴി പോയിന്റ് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ഭാര്യയും കുട്ടിയും അവിടെയാണ് നിൽക്കുന്നത്. അതുപോലെ അവർ നിൽക്കുമ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് ഒരാൾ വന്ന് എന്തോ ഒരു ഗിഫ്റ്റ് അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കില്ലർ പുറകിലൂടെ വന്നിട്ട്, ഓക്കെ ഇപ്പൊ അവൾക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തത് ഞാൻ തന്നെയാണ്, അതുപോലെ അവൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നറിയോ? നീ നാട്ടിലേക്ക് വന്നെന്നുള്ള കാര്യം ഞാൻ ഒരു ലെറ്ററിൽ എഴുതി അവൾക്ക് അയച്ചു കൊടുത്തു, എന്നിട്ട് ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അവളും കുഞ്ഞും ഇവിടേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ചർച്ചിൽ 1000-ഓളം ആളുകളുണ്ട്. അതുമല്ല അവളുടെ കയ്യിൽ ഞാൻ കൊടുത്ത ആ ഒരു ഗിഫ്റ്റിൽ ബോംബാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ അവൾ എന്തായാലും ഈ ചർച്ചിനകത്തേക്ക് കയറി ഈ ബോംബ് പൊട്ടിത്തെറിക്കും, അവിടെയുള്ള 1000 പേരും മരിക്കും. ഇപ്പോൾ നിനക്ക് ഞാൻ ഒരു ചോയ്സ് തരാം, നിനക്ക് ഈ 1000 പേരെ രക്ഷിക്കണോ അതോ നിന്റെ ഭാര്യയെ മാത്രം കൊല്ലണോ? നിനക്ക് ഈ 1000 പേരാണ് വലുതെങ്കിൽ നീ ഇപ്പം തന്നെ തോക്ക് ഉപയോഗിച്ചിട്ട് നിന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1000 പേര് രക്ഷപ്പെടും. പക്ഷെ നിന്റെ ഭാര്യ എന്തായാലും മരിക്കും. ഇപ്പോൾ നിന്റെ ഭാര്യയെ നീ ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ 1000 പേരോടൊപ്പം നിന്റെ ഭാര്യയെ മരണപ്പെടും. ഇതിലേതാണ് നിനക്ക് വേണ്ടത്, നീ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല. ഹീറോ പെട്ടെന്ന് കുറേ നേരം ആലോചിച്ചിട്ട് പെട്ടെന്ന് തോക്കെടുത്ത് കില്ലറിനെ ഷൂട്ട് ചെയ്യുന്നതും അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. അപ്പോഴാണ് കില്ലർ ചിരിച്ചോട് പറയുന്നത്, എനിക്കറിയാമായിരുന്നു, അപ്പോൾ നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ 1000 പേരെ നീ കൊലയ്ക്ക് കൊടുക്കാൻ തയ്യാറാണല്ലേ? അപ്പോൾ മറ്റുള്ളവർ മരിച്ചാലും നിനക്ക് കുഴപ്പമില്ല, നിനക്ക് നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കത് വലിയ വിഷമായിട്ട് മാറൂല്ലേ? ഓ അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു 19 പേരെ നീ കൊന്നത് എന്ന് കില്ലർ പറയുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു 6 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രൂപ്പിലുള്ള 6ാമത്തെ ആൾ അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഹീറോ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്പെക്ടറിനോട്
ആറാമത്തെ ആൾ വരത്തില്ല, അവരെ പറ്റി ഇനി അന്വേഷിക്കേണ്ടെന്ന് ഹീറോ അവിടെ വെച്ച് പറഞ്ഞത്. കാരണം തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇതിനു മുന്നേ തന്നെ കില്ലർ ഹീറോയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും. അങ്ങനെ ഈ കാര്യം പറഞ്ഞ കില്ലർ ഹീറോയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഹീറോയുടെ പിടി വിട്ട് നേരെ താഴേക്ക് വീഴുന്ന അവസ്ഥയില് ആ ചർച്ചിന് മുകളിലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ സാം കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അവൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ ഹീറോ ഒരു ന്യൂസ് പേപ്പർ വിൽക്കുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ചെന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ, അതൊരു കോഡ് വാക്കാണ്. അത് നേരെ വന്നിട്ട് സാമിനോട് പറയുന്നതും അവർക്ക് മനസ്സിലായി ഇതുപോലെ കില്ലറും ഹീറോയും ഈ ചർച്ചിന് മുകളിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കില്ലറിനെ പിടിക്കാൻ വേണ്ടി സാം ഈ ചർച്ചിനടുത്തേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും ഇവിടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ തല കീഴായിട്ട് കിടക്കാണ്. അതുപോലെ ഹീറോയെ കൊല്ലുന്നതിന് മുന്നേ കില്ലർ പറയുന്നുണ്ട്, ആ 19 പേരിൽ എന്നെ മാത്രം വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് 19 പേരെയും കൊന്നു. അതേപോലെ തന്നെ ഞാൻ അനുഭവിക്കാത്ത ടോർച്ചർ ഇല്ല, അത്ര അനുഭവിച്ചിട്ട് ഞാൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതുപോലുള്ള ചതിയാണ് എന്നോടും ബാക്കിയുള്ളവരോട് നിങ്ങൾ കാണിച്ചത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ അവസാനം ഹീറോയെ കൊല്ലാനായിട്ട് വരുന്നതും നമ്മുടെ കോൺസ്റ്റബിൾ സാം എങ്ങനെയോ താഴെ വന്നിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യും. അതുമല്ല കില്ലറിനാണെങ്കിലോ ബുള്ളറ്റ് കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കില്ലർ മുകളിലേക്ക് ഓടിപ്പോകുമ്പോൾ സാം തൻ്റെ ആളുകളെയും കൂട്ടി നേരെ മുകളിലേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ ഹീറോയും രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സാം തന്നെയാണ് ഹീറോയെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ കില്ലർ മുകളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ഹീറോ ഓടി വന്നിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സാമിനെ ഇടിച്ച് താഴേക്ക് ഇടുന്നു. എന്നിട്ട് സാമിനെ തള്ളി പുറകിലേക്ക് ഇട്ട് ഹീറോ നേരെ മുകളിലേക്ക് കയറി പോവാണ് കില്ലറിനെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ മുകളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നതും കില്ലർ മുകളിൽ നിൽക്കുന്ന സമയത്ത് സാം മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അപ്പോഴും പറയുന്നുണ്ട്, സാം നീ മുകളിലേക്ക് വരരുത്, ഇത് ഞാൻ നോക്കിക്കൊള്ളെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സാം പെട്ടെന്ന് മുകളിലേക്ക് വന്ന് കില്ലറിനെ കാണുമ്പോഴാണ് അടുത്തൊരു ടെസ്റ്റ്. അവൻ പെട്ടെന്ന് ചേട്ടാതിങ്ങനെ വിളിക്കുന്നതും വേറെ ഒന്നുമല്ല, നമ്മുടെ സാമിന്റെ കാണാതായിട്ടുള്ള സഹോദരനുണ്ടല്ലോ, അതാണ് ഈ കില്ലർ. ഈ കാര്യം സത്യത്തിൽ ഹീറോയ്ക്കും അറിയാം. അതുകൊണ്ടാണ് തന്റെ സഹോദരൻ ഇതുപോലൊരു കില്ലറാണ് എന്നുള്ള കാര്യം ഒരിക്കലും സാം അറിയണ്ട, അതവന് വലിയ വിഷമാവെന്നും പറഞ്ഞിട്ടാണ് സാമിനെ അത് കാണിക്കാതെ ഹീറോ അവനെ തടഞ്ഞത്. അതേപോലെ തന്നെ അവന്റെ സഹോദരൻ ജീവനോടെ എല്ലാം മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞതും അതുകൊണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സാം തന്റെ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ ഇതെല്ലാം നിർത്ത്, ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ, ഇനി നമുക്ക് സാധാരണ ഒരു ജീവിതം ജീവിക്കാന്ന് പറയുമ്പോൾ ഇല്ല സാം, ഇനി നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എൻ്റെ മനസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഇപ്പൊ തന്റെ സഹോദരനാണെങ്കിലും സാമിന് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരനെ സാം അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തി ഇപ്പൊ തന്റെ സഹോദരന്റെ ശരീരം തൂക്കിയെടുത്ത് സാം വെളിയിലേക്ക് വരികയാണ്. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ ലേഡി ഡോക്ടറും വന്നിട്ട് ഹീറോയുടെ മുറിവുണ്ടല്ലോ അതിലെ മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ 3 വർഷങ്ങൾക്ക് ശേഷം ഹീറോ തന്റെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. കാരണം ഇത്തവണയെങ്കിലും അവരോട് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റായി പോകും. അങ്ങനെ തിരിച്ച് ആ വീടിനടുത്തേക്ക് വന്ന് അവരിങ്ങനെ നോക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ അവനെ കണ്ടു, അവൾ ഹീറോയെയും കണ്ടു. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.